ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഒരു സഫാരി പാർക്കിലാണുള്ളത്. ബാംഗ്ലൂരിലെ ബണ്ണാർക്കട്ട സഫാരി പാർക്കിൽ നമ്മളെല്ലാ ടീമും ഉണ്ട്. ഇതാ രാമേട്ടൻ, ജോണേട്ടൻ, കൂടെ എൻ്റെ മോനുണ്ട്. ഇപ്പോൾ ബണ്ണാർക്കട്ട നാഷണൽ പാർക്കിലേക്ക് ഞങ്ങളിതാ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്തു. 1750 രൂപയാണ് 5 പേർക്ക്. ഞങ്ങൾ 45 മിനിറ്റുള്ള ഒരു സഫാരി, 45 മിനിറ്റാണ്. AC ബസ്സും നോൺ AC ബസ്സും ഒക്കെ അവിടെ കിട്ടും. ഞങ്ങൾ നോൺ AC എടുത്തിരിക്കുന്നത്. നല്ല ചൂടാണ്, എന്നാലും ഞങ്ങൾ നോൺ AC എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 350 രൂപയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സഫാരി ഉള്ളത്. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഉള്ളത്. ഒരു ഇൻ്റർനാഷണൽ സഫാരി പാർക്ക് പോലെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. വെയിറ്റിംഗ് ഷെഡാണ്. ഞങ്ങളിപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവർ വന്ന് ഞങ്ങളോട് ടിക്കറ്റൊക്കെ ചോദിച്ചു. ഞങ്ങൾ ബസ്സിലേക്ക് പോകുമ്പോഴാണ്. ബസ്സാണുള്ളത്. അങ്ങനെ കുറേ ബസ്സുകാർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ബസ്സിൽ ഏറ്റവും പിന്നിലുള്ള സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും പുറത്തേക്ക് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഹായ്. ഇതൊരു വലിയൊരു സംഭവമാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കയറിയ വാഹനം ഫുള്ളാണ്. മുൻഭാഗത്ത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് വളരെ നിരാശയുണ്ട്. എന്നാലും പിന്നിലെ ഗ്ലാസ്സിൽ കൂടെ ഞാൻ കുറേ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. ഇതിൽ കയറിയപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. മൃഗങ്ങളെ കാണാനുള്ള എല്ലാവരും ചുറ്റുപാട് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. 1974 ഇത് രൂപീകരിച്ചതെന്ന് പറയുന്നു. ബണ്ണാർക്കട്ട നാഷണൽ പാർക്ക് 260 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇതിനുള്ളിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ട്രൈബൽസിൻ്റെ ക്ഷേത്രങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ആരാധനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും അവരുടേതായ ഭാഗങ്ങൾ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. കൺമതിലായിട്ടും അല്ലെങ്കിൽ ഫെൻസിങ്ങും പല രീതിയിൽ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ വനത്തിനുള്ളിലൂടെ ഈ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡെല്ലാം ഉണ്ട്. ഓരോ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോഴും പല ഗേറ്റുകൾ കടന്ന് വേണം പോകാൻ. ഇതിനുള്ളിൽ കൂടെ 6 കിലോമീറ്ററാണ് യാത്രയുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിങ്ങനെ മൃഗങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ബൈസണാണ്. അവിടെ വണ്ടി നിർത്തി ബൈസനെ കാണാനും ഫോട്ടോ എടുക്കാനും ആസ്വദിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഡ്രൈവർ ചെയ്തു തന്നു. അല്പസമയം അതിനെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. വലിയ കാട്ടുപോത്താണ് ബൈസൺ. പിന്നെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരുപാട് മാൻകൂട്ടങ്ങളാണ്. ആ മാൻകൂട്ടങ്ങളെയും കണ്ടു. പിന്നെ ഞങ്ങൾ എത്തിച്ചേർന്നത് ആനകൾ. അവർ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന സ്ഥലത്തേക്കാണ്. അവനെ നമുക്കൊന്നും തൊടാനൊന്നും പറ്റില്ല. നമ്മളെ വാഹനം വളരെ സുരക്ഷിതമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ള് ഒരു ഇൻഡസ്ട്രി വർക്ക് നന്നായി നടത്തിയിട്ടുണ്ട്. കൂടാതെ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ആനക്കുട്ടികൾ ഉറങ്ങുന്നത് കാണുന്നത്. പകൽ ആനൻ്റെ 4 കാലിൻ്റെ ഇടയിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. വളരെ സുരക്ഷിത ബോധത്തോടു കൂടി അവർക്ക് ഉറങ്ങാൻ പറ്റും. ആനക്കാണെങ്കിൽ വളരെ ധൈര്യമായിട്ട് അവരെ സംരക്ഷിക്കാനും പറ്റും. പിന്നെ ഞങ്ങൾ കാടിൻ്റെ വിജനതയിലൂടെ ഒരുപാട് യാത്ര ചെയ്ത് അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു കരടിക്കൂട്ടം. കുറച്ച് കരടികൾ അവിടെ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കരടികളെ കാണുന്നുണ്ട്. കാണാനും ഫോട്ടോ പകർത്താനൊക്കെ വളരെ വിഷമമാണ്. കാരണം വളരെ സുരക്ഷിതത്വം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രില്ലും പിന്നെ ഗ്ലാസ്സും ഉള്ളതുകൊണ്ട് കിട്ടുന്ന ചെറിയ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഓരോരുത്തർ ക്യാമറ കടത്തിയിട്ട് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനും അങ്ങനെ കുറച്ച് എടുത്തു. ഒരുപാട് കരടികളെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ വിജനമായ സ്ഥലത്ത്. ഓരോ മൃഗങ്ങളെ കാണുമ്പോഴും ബസ്സിനുള്ളിൽ നിന്ന് മക്കളും മറ്റെല്ലാവരും ഭയങ്കര ആർപ്പുവിളിയാണ്.
എന്തെന്നില്ലാത്ത ആഹ്ലാദം. പല ജില്ലയിലും പല സംസ്ഥാനത്തുമുള്ള ആൾക്കാർ ഇതിലുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു കടുവയുടെ സിംഹമാണ് തോന്നുന്നത്. സിംഹമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇവിടെ ഒരു സിംഹം കിടക്കുന്നത് കാണാം. ഒരു ആൺസിംഹമാണ്. അതിനെ കണ്ടപ്പോൾ ബസ്സിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ആർപ്പുളിയായിരുന്നു. ഇത് വളരെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയല്ല. വളരെ ചൂടുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ സന്ദർശിച്ചത്. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ഒരു അലസ ഭാവത്തിലായിരുന്നു. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പല ഭാഗങ്ങളിൽ ഇവർ വെള്ളമെല്ലാം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരുപാട് സിംഹങ്ങൾ ഇങ്ങനെ അവിടെ വിശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് 6 കിലോമീറ്റർ കടന്നു പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ സഫാരിയുടെ അവസാന ഭാഗം എത്തി. അങ്ങനെ ഞങ്ങൾ പുറത്ത് ചാടി.